ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു കാട്ടിൽ ഒരാൾ കുറച്ചധികം സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഇയാൾ ഒരു ദൈവത്തെ പോലെ ആ സ്ത്രീകളുടെ കൂടെ ജീവിക്കുകയാണ്. ഈ സ്ത്രീകൾ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീയും അതുപോലെ തന്നെ നീല വസ്ത്രം ധരിച്ച സ്ത്രീയും. ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് ഇയാളുടെ ഭാര്യമാരാണ്, ഭാര്യമാരെ പോലെയാണ് നോക്കുന്നത്. അതുപോലെ നീല വസ്ത്രം ധരിച്ചവര് മക്കളാണ്. ഇവരെല്ലാവരും ഈ ഒരാളെ ഷെപ്പേർഡ് എന്ന് വിളിക്കും. ഇയാളെ ദൈവത്തെ പോലെ കാണും. ഇയാളുടെ ചിത്രവും കാര്യങ്ങളൊക്കെ വെച്ച് ഇയാളെ പൂജിക്കും. ശരിക്കും ആരാണ് ഈ ഒരു ഷെപ്പേർഡ്? എല്ലാവരും ഇയാളുടെ നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു മകളുണ്ട്, സെല മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ആരാണ് ഇയാൾ എന്തിനതൊക്കെ ചെയ്യുന്നത്? അവസാനം അവൾ പലതും കണ്ടുപിടിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? കൊടൂരമായിട്ടുള്ള പല കാര്യങ്ങളും അവസാന ഭാഗത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും കഥയിലൂടെ തന്നെ നമുക്കത് കേട്ട് മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തില് വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി വെള്ളത്തിലേക്ക് അവൾ അങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു തോന്നലാണോ എന്നൊന്നും അറിയില്ല. തുടക്കത്തിൽ അങ്ങനെ ഒരു കാര്യമാണ് കാണിക്കുന്നത്. എന്തായാലും ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു കാട്ടിൽ കാണിക്കുകയാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടത്തുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ അരികിലായിട്ട് നീല വസ്ത്രം ധരിച്ച രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾ എന്ന് പറയാൻ കഴിയുമോ? അവർക്കങ്ങനെ വലിയ ഏജ് ഒന്നും ആയിട്ടില്ല, വേണമെങ്കിൽ പെൺകുട്ടികൾ എന്ന് പറയാം. ഇവർ ആ ഒരു കാട്ടില് ആ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അതിലൊന്നാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള സെല, മറ്റേത് അവളുടെ സുഹൃത്താണ്. എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇവരെല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെ വേറെയും ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകൾ തന്നെ രണ്ട് തരം വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഒരു കൂട്ടർ നീല വസ്ത്രവും മറ്റേ കൂട്ടർ ചുവന്ന വസ്ത്രവും. ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളാണ് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യം പ്രായമുണ്ട്. ഇവരെ പറയുന്നത് വൈഫ്സ് എന്നാണ്. അതുപോലെ നീല വസ്ത്രം ധരിച്ച പെൺകുട്ടികളെ കുട്ടികൾ എന്നാണ്, ചൈൽഡ് എന്നാണ് വിളിക്കുന്നത്. ആരാണ് ഇതൊക്കെ വിളിക്കുന്നത്? ഇവരെല്ലാവരെയും നോക്കുന്ന ഷെപ്പേർഡ്. ആരാണ് ഈ ഷെപ്പേർഡ്? ഇത്രയും സ്ത്രീകളുണ്ടല്ലോ, ഇവർക്ക് നാഥനായിട്ടുള്ള ഒരേ ഒരു പുരുഷൻ. ഷെപ്പേർഡിനെയാണ് ശരിക്കും ഇവർ ആരാധിക്കുന്നത്, അതും ഒരു ദൈവത്തിനെ പോലെ തന്നെ. അയാളോട് ഭയങ്കര സ്നേഹമാണ്. ഷെപ്പേർഡ് എന്ത് പറഞ്ഞാലും ഇവർ അതുപോലെ തന്നെ അനുസരിക്കും. ഷെപ്പേർഡ് എന്താണോ പറയുന്നത് അവർ വിശ്വസിക്കുകയും ചെയ്യും. ഷെപ്പേർഡ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ലോകം മാത്രമേ ഉള്ളൂ, പുറത്ത് മറ്റൊരു വലിയ ലോകം ഉണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ ജനങ്ങളുടെ ആ മഹാപാപം ദുഷിച്ച മനസ്സുമായിട്ട് എല്ലാം നശിച്ചുപോയി. ഇനി നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. ശരിക്കും അങ്ങനെ സംഭവിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. അതായത് പുറം ലോകമൊന്നും നമ്മളെ കാണിക്കുന്നില്ല. ഷെപ്പേർഡിലൂടെ മാത്രമേ പുറം ലോകത്തിന് എന്താ സംഭവിച്ചത് എന്ന് നമ്മൾക്കും അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. തൽക്കാലം ഷെപ്പേർഡ് എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ വിശ്വസിക്കാം. പുറം ലോകം അങ്ങനെ ഒരു സ്ഥലമില്ല. മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഈ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. എന്തായാലും പിന്നീട് നമ്മുടെ ഹീറോയിൻ സെലയെ കാണിക്കുകയാണ്. അവളുടെ അമ്മയും ഒരു ഘട്ടത്തിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അവളുടെ അമ്മ ഒരു സമയത്ത് റെഡ് കുപ്പായി ആയിരുന്നു ഇട്ടായിരുന്നത്. അവളുടെ അമ്മ മരണപ്പെട്ടു പോയിട്ടോ. അവളുടെ അമ്മ പ്രസവിച്ച കുഞ്ഞായതുകൊണ്ട് തന്നെ അവളും ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെല കുറച്ച് അകലെയായിട്ട് ഒരാളങ്ങനെ കാണുന്നുണ്ട്. ഒരു വല്ലാത്ത ദൈവിക ഭാവത്തിൽ അയാൾ അങ്ങനെ നിൽക്കുകയാണ്. മുടിയെല്ലാം നീട്ടി വല്ലാത്ത ആകർഷണം തോന്നുന്ന ഒരാൾ. ഇത് തന്നെയാണ് ഇവരെല്ലാവരും ദൈവമാണെന്ന് കരുതുന്ന അവരുടെ ഒരു ഷെപ്പേർഡ്. അവിടെ ഉണ്ടായിരുന്ന മരത്തില് അതുപോലെ ചുമരുകളില് അവരുടേതായ ഒരു വസ്തുക്കള് എല്ലാത്തിലും ഈ ഷെപ്പേർഡിന്റെ മുഖമാണ് ഇവർ കുത്തി വരച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശില്പത്തിന്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്രത്തോളം ഈ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ആളാണ് ഈ ഷെപ്പേർഡ്. അങ്ങനെ രാത്രിയായി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീകള്, മറുഭാഗത്ത് നീല വസ്ത്രം ധരിച്ച പെൺകുട്ടികള്. കുറച്ചുനേരം എല്ലാവരും വലിയ ജോളിയായിട്ടൊക്കെ സംസാരിക്കുകയാണ്. എന്ന ഒരു ഘട്ടത്തിൽ ഇയാൾ സൈലൻസ്, മിണ്ടാതിരിക്കൂ എന്ന് പറയുന്ന ഒരു സമയത്ത് ഭയം കാരണം ഈ കുട്ടികളായാലും ശരി ഭാര്യമാരായാലും ശരി ഇവർ മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. ബഹുമാനം എന്നതിന്റെ പേരിൽ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഈ ഷെപ്പേർഡ് ഈ സ്ത്രീകളെ മുഴുവനായിട്ടും. എന്നിട്ട് അയാളുടെ ആ ഒരു ഇരിപ്പ് കണ്ടോ, ഒരു ജീസസിനെ പോലെ, ഒരു ദൈവം ഇരിക്കുന്നത് പോലെയൊക്കെ. എന്തായാലും ഭക്ഷണം എല്ലാം കഴിച്ചു, പ്രയർ ചെയ്തു, എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഭാര്യമാരുണ്ടല്ലോ ചുവന്ന വസ്ത്രം ധരിച്ചവര്, ആ കൂട്ടത്തിലൂടെ അവൻ ഇങ്ങനെ കൈകൾ ഓടിക്കുകയാണ്. അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവളെ വിളിച്ചുകൊണ്ട് നേരെ ഈ ഒരു ഷെപ്പേർഡ് അവന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്തിനായിരിക്കും അവളെ കൊണ്ടുപോയിട്ടുണ്ടാവുക? കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും ഒരു റൂമിലാണ് അല്ലെങ്കിൽ ഒരു വലിയ ഹാളിലാണ് ഇവരെല്ലാവരും കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവരെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയോ? ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് പാർക്കാൻ ഇടം തന്ന, ഞങ്ങൾക്ക് സംരക്ഷണം തന്ന ഞങ്ങളുടെ ഷെപ്പേർഡിനാവുന്നു എല്ലാ നന്ദിയും, താങ്ക്സ് ഷെപ്പേർഡ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഒരു ദൈവത്തിനെ പോലെ അവനെ കണ്ടിട്ടാണ് ഇവരെല്ലാവരും കിടക്കുന്നത്. എന്നാൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള സെല മാത്രം കുറച്ച് വ്യത്യസ്തയാണ്. എപ്പോഴും ഒരു കൂട്ടത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഉണ്ടാവണം. അതുപോലെ ഒരാളാണ് സെല വിചാരിക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നത്? എല്ലാവരും എന്തിനാ ഈ ഷെപ്പേർഡിനെ ഇതുപോലെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നത്? പുറം ലോകത്തിനെ കുറിച്ച് ഈ സെലയ്ക്കും വലിയ ധാരണയൊന്നുമില്ല. എന്നിരുന്നാലും അവള് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് മാത്രം, ഇവിടെ മാത്രം ഇങ്ങനെയൊക്കെ. അതുപോലെ അവിടെ തന്നെ കുറേയധികം ശില്പങ്ങൾ, ആടിന്റെ ശില്പങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ആട് മാത്രം കുറച്ച് വ്യത്യസ്തമായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ഒരു സെലയാണ്. പിറ്റേ ദിവസം രാവിലെയായി ഈ ഷെപ്പേർഡിന്റെ കൂടെ കിടക്കാനായിട്ട് പോയ ആ ഒരു ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീ ഉണ്ടല്ലോ, അവര് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് തന്നെ ഷെപ്പേർഡ് ഇവിടെ നിന്ന് യാത്രയാക്കാണ്. അവരുടെ ആ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യമൊക്കെ നമ്മുടെ സെല കാണുന്നുണ്ട്. അവൾക്ക് എന്തോ പോലെ ആവുകയാണ്. എന്നാൽ അതൊന്നും വലിയ കാര്യമാക്കാതെ അവൾ അവളുടെ ആ ഒരു ജോലിക്കായിട്ട് പോവാണ്. ഇവിടെ സീൻ കട്ടായി
അടുത്ത സീനില് കുറെ അധികം മരങ്ങളുണ്ടല്ലോ, ഇതിന്റെ ചുറ്റുമായിട്ട് ഒരു വെള്ള നൂല് പോലെ എന്തോ ഒന്ന് കവർ ചെയ്തിട്ട് ഒരുമാതിരി ഒരു ഹോളി എന്താ പറയുക ഒരു ദൈവീകമായ എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരും നിലത്തിരുത്തിക്കൊണ്ട് ഈ ഷെപ്പേഡ് സംസാരിക്കുകയാണ്. പുറം ലോകം മുഴുവനായിട്ടും നശിച്ചുപോയി, എന്നിട്ടും നിങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം തന്നതുകൊണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നതുകൊണ്ട്. അപ്പൊ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഷെപ്പേഡ്. ഷെപ്പേഡ് എന്ന എല്ലാ സ്ത്രീകളും ഇങ്ങനെ പറയാണ്. അതായത് ഇവർക്ക് പുറം ലോകം എന്താണെന്ന് ഒന്നും അറിയില്ല. ഷെപ്പേഡ് ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ കേൾക്കാറുള്ളൂ. പിന്നീട് അവനൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്റെ ജീവിതം വരെ ഹോമിച്ചുകൊണ്ട് ഈ കാട്ടിൽ വന്ന് ഇങ്ങനെ താമസിക്കുന്നത്. എന്തായാലും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഷെപ്പേഡ് പറയുന്ന സമയത്ത് ഷെപ്പേഡിലൊക്കെ അങ്ങ് വീണ് അലിഞ്ഞില്ലാതാവുകയാണ് ഈ സ്ത്രീകളൊക്കെ. ഇതിനുശേഷം ഇവർ വളർത്തുന്ന ചെറിയൊരു ആട്ടുംകുട്ടിയെ പിടിച്ച് അതിന്റെ കഴുത്തറുത്ത് അതിന്റെ രക്തം ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ഒരു പ്രത്യേകതരം പ്രാർത്ഥന ചെയ്യുന്നത് പോലെ ആ രക്തം എല്ലാവരുടെയും മുഖത്തേക്ക് അങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. ഇതിനുശേഷം ഉള്ളിലേക്ക് ദേവി കയറിയതുപോലെ ചില ആൾക്കാരൊക്കെ കിടന്ന് ഇങ്ങനെ ആടുമല്ലോ, അതുപോലെ ഇവർക്കൊക്കെ ഒരു സ്പിരിച്വൽ എനർജി കിട്ടുന്നത് പോലെ ഇവർ കിടന്ന് ആടാൻ തുടങ്ങുകയാണ്. എല്ലാം മൈൻഡ് കൺട്രോളിംഗ് ആണ്, കൂടുതലായിട്ടൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എന്തിനു പറയണം, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന നമ്മുടെ സെല വരെ ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ അങ്ങോട്ട് വീണു പോകുന്നുണ്ട്. എന്താലേ ഇങ്ങനെ ഓരോ സിനിമ കാണിക്കുമ്പോഴും പല കാര്യങ്ങളും നമ്മുടെ യഥാർത്ഥ ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ വരെ ഇതുപോലെയുള്ള ആൾക്കാരുടെ കീഴിൽ പോയി വീഴുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും ഇവരുടെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തു. കുട്ടികളായിട്ടുള്ള 2 പെൺകുട്ടികൾ കൂട്ടത്തിൽ നമ്മുടെ സെലയുണ്ട്. ഇവരിപ്പോ ഷെപ്പേഡിനോട് എന്തോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വരികയാണ്. എന്നാൽ മറ്റാൾ വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. അവൾക്ക് ചോദിക്കാൻ ഭയമായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ മരിയ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് എന്തോ ഒരു പണിഷ്മെന്റ് കൊടുത്ത് മറ്റൊരു സ്ഥലത്താണ്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാണ് ഷെപ്പേഡിന്റെ അടുത്തേക്ക് ഇപ്പൊ സെല പോയത്. എന്നാൽ അയാൾ അടുത്തേക്ക് വന്നപ്പോൾ അവൾക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഷെപ്പേഡ് ചോദിക്കുകയാണ്, ഞാൻ നന്നായിട്ട് സംസാരിച്ചോ, നിങ്ങൾക്കത് ഇഷ്ടമായോ? സെല പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണം, നല്ല അനുസരണം എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഒരു മുടികളുണ്ടല്ലോ അതിലൂടെ അവൻ അങ്ങനെ തഴുകുകയാണ്. അതായത് അവളുടെ ആ ഒരു ഭംഗി ആസ്വദിക്കുന്ന പോലെ. ഇതിനിടയിൽ ഷെപ്പേഡ് പറയുന്നുണ്ട്, നിന്റെ ഈ മുടികളുണ്ടല്ലോ ശരിക്കും നിന്റെ അമ്മയുടെ ഇതുപോലെ തന്നെയുണ്ട്. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ സെല ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുകയാണ്. അമ്മയോ? എന്റെ അമ്മയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കൂടുതലായിട്ടൊന്നും ഇപ്പൊ ഷെപ്പേഡ് സെലയോട് പറയുന്നില്ല, നീ തൽക്കാലം പൊയ്ക്കോ എന്ന് പറയാണ്. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളുണ്ടല്ലോ, ഭാര്യമാര് വേണമെങ്കിൽ പറയാം, ഞാൻ ഇടക്കിടക്ക് അങ്ങനെ പറയാറുണ്ട്. എന്തായാലും ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഷെപ്പേഡിന്റെ കൂടെ പോയി കിടക്കുക അല്ലെങ്കിൽ ഭാര്യയാകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര എന്തോ ഒരു പുണ്യം ചെയ്ത കാര്യം പോലെ പറയുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ സെല അതിനൊന്ന് ആക്കി സംസാരിക്കണം. ഓ പിന്നെ ആ രീതിയിൽ. എന്നാൽ എല്ലാ കുട്ടികളും സെലയെ പോലെ ആവോ? അല്ല, അവള് മാത്രമേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൂ. ഇവൾ ഈ പറഞ്ഞ ഈ ഒരു ധിക്കാരം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ചെന്നിട്ട് ഈ ഭാര്യമാരുടെ പൊസിഷനിൽ കുറച്ച് മൂത്ത ആളിരിക്കുന്നുണ്ട്, അയാൾ വിളിച്ചു വന്നിട്ട് ഇവളിങ്ങനെ ധിക്കാരം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ സെലയോട് ചോദിക്കുമ്പോൾ അവള് കുറച്ച് ധൈര്യത്തിലും കാര്യത്തിലൊക്കെ നിൽക്കുകയാണ്. അതായത് വലിയ റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും അവള് കാണിക്കുന്നൊന്നുമില്ല. എന്തായാലും ഇതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് നേരെ ഇവരുടെ താമസിക്കുന്ന ആ ഒരു ഏരിയയില കുറച്ച് മാറിയിട്ട് ഒരൊറ്റപ്പെട്ട വീടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ഈ ഭക്ഷണവുമായിട്ട് ചെല്ലുകയാണ്. അതിനുള്ളിൽ തന്നെ ഒരു സ്ത്രീയെ പൂട്ടി വെച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് സാറ. സാറയും ഒരു സമയത്ത് ഈ ഷെപ്പേഡിന്റെ ഭാര്യയായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു സെല അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത്. അവർ പതി എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ സാറയോട് സെല പറയാണ്, ഒരിക്കലും നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്, എന്നെ തൊടാനും പാടില്ല, നിങ്ങൾ മുഴുവനായിട്ട് പാപം ചെയ്ത ഒരു പാപിയാണ്. ഇത് കേട്ട സമയത്ത് സാറ ചിരിക്കുകയാണ്. എന്നൊക്കെയാണല്ലേ നിന്റെ ആ ഒരു ഷെപ്പേഡ് നിനക്ക് പറഞ്ഞു തന്നത്? കുഴപ്പമൊന്നുമില്ല, നീ ഒരു കുട്ടിയല്ലേ, പതിയെ 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 കാര്യങ്ങൾ നിനക്ക് മനസ്സിലായിക്കോളും. ആരാണ് നിങ്ങളുടെ ഈ ഷെപ്പേഡ് എന്ന് അധികം വൈകാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കും. ചിലപ്പോ ഈ സാർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അത് ചോദ്യം ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും അവള് പാപം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ പൂട്ടിയിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം എല്ലാ കുട്ടികളും എല്ലാ ഭാര്യമാരും അവരുടേതായ ആ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ കുട്ടികൾ ഇവരുടെ ആ കുറച്ച് മൂത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ ഇവരുടെ അമ്മമാരും ആയിരിക്കാം. എന്തായാലും ഒരു ചെറിയ കുട്ടി ഇവരോട് കഥ പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവര് പറയുന്ന കാര്യം എന്താ വെച്ചാൽ കഥ പറയാ, കാര്യങ്ങൾ പറയാ, ഇതൊന്നും നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, എല്ലാം ഷെപ്പേഡിന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഷെപ്പേഡ് നമുക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കേട്ടാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെ രീതിയിൽ ഈ സ്ത്രീകളെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പിന്നീട് കുട്ടികളെ മുഴുവനായിട്ട് ഉറക്കിയതിനു ശേഷം ഈ സ്ത്രീ നേരെ ചെല്ലുന്നത് ഷെപ്പേഡിന്റെ അടുത്തേക്കാണ്. എന്തിനായിരിക്കും? അവന്റെ കൂടെ കിടക്കാൻ തന്നെ. എന്തായാലും അവര് രണ്ടുപേരും കുറച്ച് ഇന്റിമേറ്റ് ആയി നിൽക്കുന്ന കാര്യമൊക്കെ നമ്മുടെ ഈ ഒരു സെല കാണുന്നുണ്ട്. അവൾക്ക് എന്തോ പോലെ ആവുകയാണ്, ഒരുമാതിരി ഒരു ഡിസ്റ്റർബൻസ് മനസ്സിലുള്ളതുപോലെ. അവൾ പിന്നീട് തനിയെ ഇങ്ങനെ പോയിരിക്കലൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇതൊക്കെ എന്താണ് എന്നുള്ള ആ ഒരു ചിന്ത, സ്വയം ചിന്ത എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അത് മനുഷ്യന് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി അവള് കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ള ആരും കാണിക്കുന്നില്ല അത്. എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ഷെപ്പേഡിനെ അവന്റെ ഭാര്യമാര് എല്ലാവരും ചേർന്ന് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഭാര്യമാരിൽ ഒരാൾ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കൂട്ടത്തിലേക്ക് ഒരാൾ കൂടെ വരാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ സെലയെ കുറിച്ചാണ് പറയുന്നത്. കുട്ടികളിൽ മൂത്തവള് അവളാണ്. അധികം വൈകാതെ അവൾക്ക് പ്രായപൂർത്തിയാവും. അവളുടെ ഡ്രസ്സിന്റെ നിറം നീല എന്നുള്ളത് അത് ചുവപ്പായിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം മകളെ തന്നെ ഭാര്യയാക്കാൻ വേണ്ടി പോവാണ് ഈ ഷെപ്പേഡ്. ഇവിടെ വെച്ച് നമുക്കൊരു കാര്യം ഉറപ്പിച്ചൂടെ, ഇയാളുടെ
ചിന്തയും സംസാരം അല്ലെങ്കിൽ ആശയങ്ങളൊന്നും ദൈവികമല്ല, തികച്ചും പൈശാചികമാണ്. എന്തായാലും നമ്മുടെ സെല അവൾക്ക് അധികം വൈകാതെ പ്രായപൂർത്തിയാവുന്ന ബാക്കിയുള്ള ഭാര്യവർക്ക് മനസ്സിലായി. നല്ല രീതിയിൽ തന്നെ ഇപ്പൊ അവളെ കുളിപ്പിച്ച് വൃത്തിയാകുന്നുണ്ട്. അതിനിടയിൽ അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ അധികം വൈകാതെ നീ കുറച്ചുകൂടെ പക്വതയുള്ളവളായി മാറും. ഞങ്ങളൊക്കെ ഇപ്പൊ ഈ നിൽക്കുന്ന പൊസിഷനിലേക്ക് നീയും വരാനുള്ളതാണ്. ഷെപ്പേഡിന്റെ കാര്യങ്ങൾ ഇനി നീ വേണം കുറെയൊക്കെ നോക്കി നടത്താനായിട്ട്. സോ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുക, പക്വത കാണിക്കുക. ഇതെല്ലാം പറയുന്ന സമയത്ത് സെലയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത പേടിയായിരുന്നു. അത് അവളുടെ കണ്ണുകളിൽ കാണാനുണ്ട്. ഒരു ദിവസം സെല അവിടുത്തെ ആടുകളെ മേയ്ക്കാനായിട്ട് ഒരു കുന്നിൻപുറത്തേക്ക് പോവാണ്. ആ കൂട്ടത്തിൽ ഒരു ആട് ഗർഭിണിയായിരുന്നു. പെട്ടെന്ന് ആ ഒരു ആട് വല്ലാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് അത് പ്രസവിക്കുന്നുണ്ട്. പ്രായം തികയാതെ സമയമാകാതെ ആ ആട് പ്രസവിച്ചത് കൊണ്ട് തന്നെ അതിന്റെ കുഞ്ഞിനെ കാണാൻ വല്ലാത്തൊരു വികൃതമായ രൂപമായിരുന്നു. തൊലിയൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് പ്രസവിച്ചിരിക്കുന്നത്. ആ കാഴ്ച എന്തായാലും നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. ഇത് കണ്ട് നമ്മുടെ സെല വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതേ സമയം തന്നെ അവളുടെ കാലുകളിൽ അവൾ രക്തം കാണുന്നുണ്ട്. അതെ, അവൾ പ്രായപൂർത്തിയായിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഷെപ്പേഡിന്റെ ഭാര്യ ആവാനുള്ള സമയമായിട്ടുണ്ട്. എന്നാൽ അവളുടെ ഉള്ളിൽ ആ ഒരു ഭയം, ഈ ഒരു കാര്യം ആരോടും അവൾ പറയാൻ തയ്യാറാവുന്നില്ല. വേഗം തന്നെ അവർ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. നല്ല തുണി എടുത്തുകൊണ്ട് അവളുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ അവൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയാണ്. ഇതൊന്നും ആരെയും അറിയിക്കുന്നില്ല. രാത്രി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കണ്ണാടിയിലേക്ക് അവൾ നോക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സൗമ്യമായിട്ടാണ് അവൾ നിൽക്കുന്നത്. എന്നാൽ അവളുടെ ഉള്ളിൽ ആ ഒരു പ്രതിഫലം കണ്ണാടിയുടെ ഉള്ളിലൂടെ കാണിക്കുകയാണ്. എന്താണ് അവളുടെ ഉള്ളിൽ ആ ഒരു മാനസിക സംഘർഷം എന്ന് അവളിങ്ങനെ അലറി വിളിക്കുകയാണ്. അവളുടെ ഉള്ളിൽ മാത്രമാണ് കേട്ടോ, പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ കിടന്നുറങ്ങി രാത്രിയായ സമയത്ത് അവൾ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവളുടെ കൂട്ടുകാരി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇതുപോലെ രാവിലെ ഒരാട് പ്രസവിച്ചത് കണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ വരികയാണ്. അവൾ അത് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ അവൾ ആടുകളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിൽ ഒരു ആട് മാത്രം സാധാരണ ആടുകളെ പോലെയല്ല, അവൻ കുറച്ച് വികൃതിക്കാരനാണ്. അനുസരണയില്ല, ആരെയും അനുസരിക്കൂല. എന്തായാലും ഇത്തവണ അവന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് തന്നെ സെല വിചാരിക്കുകയാണ്. അതിന്റെ അടുത്തേക്ക്, ആ ആടിന്റെ അടുത്തേക്ക് അവൾ പതിയെ ഇങ്ങനെ പോയി നോക്കുന്ന കാര്യം ആര് കാണുന്നുണ്ട്? ഈ ഷെപ്പേഡ് കുറച്ച് അകലിൽ നിന്ന് കാണുകയാണ്. ഷെപ്പേഡിന്റെ ചുറ്റും എപ്പോഴും അയാളുടെ ഭാര്യമാരുണ്ടാവും. എന്തായാലും ഇവിടെ ഇരുന്നുകൊണ്ട് അയാളുടെ ആ ഒരു വൃത്തികെട്ട കണ്ണുകൊണ്ട് സ്വന്തം മകളായിട്ടുള്ള സെലയെ തന്നെ നോക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ അവൾക്ക് പ്രായപൂർത്തിയാകും, അവളും എന്റെ ഭാര്യയായിട്ട് വരും. ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ഭാര്യമാരോട് സംസാരിക്കുകയാണ്. അവരാണെങ്കിൽ ഇവന്റെ മുടിയും തഴുകി കാലും നക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയ സമയത്ത് സെല കിടന്നുറങ്ങുമ്പോൾ അവൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈറൻ, അതായത് ആദ്യമായിട്ട് അങ്ങനത്തെ ശബ്ദം കേൾക്കുകയാണ്. കുറച്ച് വെളിച്ചവും കാണുന്നുണ്ട്. ആ വെളിച്ചവും ശബ്ദവും എന്താണെന്ന് അറിയാൻ വേണ്ടി ആരും അറിയാതെ അവൾ പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? നല്ല തിളങ്ങുന്ന ഒരു വെളിച്ചം, ഒരു പ്രത്യേക ഒരു സാധനം. അതിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നിട്ട് ഈ ഷെപ്പേഡിനോട് സംസാരിക്കുകയാണ്. ഇനി അധികം നാൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടു എന്ന് പറയാണ്. അതൊരു പോലീസുകാരനായിരുന്നു. അയാൾ വന്ന ആ ഒരു വാഹനത്തിന്റെ ശബ്ദവും വെളിച്ചമാണ് നമ്മുടെ സെല കേട്ടത്. അതായത് ഈ പോലീസുകാരൻ എന്തൊക്കെയോ കാശെല്ലാം കൊടുത്തിട്ട് കാടിന്റെ ഒരു ഭാഗത്ത് സ്ത്രീകളെയും കൊണ്ടുവന്ന് ഷെപ്പേഡ് അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇനി ആ ഒരു പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള, കുറച്ച് പഴയ കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യം. ആ പോലീസിന്റെ വാഹനം, പോലീസിനെയൊക്കെ കണ്ടില്ലേ? എന്തായാലും ഷെപ്പേഡ് തിരിച്ചു വരുന്ന സമയത്ത് ആരും ഒരാൾ ഇയാളെ നോക്കി കണ്ടു എന്ന് ഇയാൾക്ക് മനസ്സിലായി. വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീടിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ശബ്ദം ഉണ്ടാക്കാതെ വായം പൊത്തി അവൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഷെപ്പേഡ് വിചാരിച്ചു ഒരു തോന്നലായിരിക്കും. എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാനൊന്നും ഷെപ്പേഡ് നിന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ കുട്ടികളെയും ഭാര്യമാരെയും എല്ലാവരെയും വിളിക്കുകയാണ്. എന്നിട്ട് അവരോടൊരു കാര്യം പറയുന്നുണ്ട്. അത് ഭയങ്കര വിഷമിച്ച് കണ്ണ് നിറച്ച് നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എല്ലാം നഷ്ടമായി, നമുക്കെല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ഷീണിച്ചുകൊണ്ട് തളർന്നുകൊണ്ട് സംസാരിച്ച് ഇവൻ അവിടെ വീഴുകയാണ്. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ, ബാക്കിയുള്ള ഭാര്യമാര് എല്ലാവരും ഓടി വന്നിട്ട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിൽ അങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ എല്ലാവരും പോയപ്പോഴും എല്ലാവരുടെ ബേക്കിലായിട്ട് വളരെ സാവധാനമാണ് നമ്മുടെ സെല വരുന്നത്. ഓ, ഒരു കൊണച്ച അഭിനയം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ. എന്തായാലും ഇപ്പൊ ബോധക്ഷയം സംഭവിച്ച് താഴേക്ക് വീണ ഷെപ്പേഡ് പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കുകയാണ്. എനിക്കിപ്പോ ഒരു വിളിയുണ്ടായി, ഒരു സന്ദേശം ലഭിച്ചു. നമ്മൾ നിൽക്കേണ്ടത് ഇനി മുതൽ ഇവിടെയല്ല, മറ്റൊരു സ്ഥലത്താണ്. ഞാൻ നിങ്ങളെ വിട്ട് പോകാൻ പാടുന്നില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാ സ്ത്രീകളുടെ മുഖത്തും ചിരി തിരിച്ചു വരികയാണ്. ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. വേഗം തന്നെ ഷെപ്പേഡിനെ അവർ നിലത്തുനിന്ന് കോരിയെടുക്കുന്നുണ്ട്. എടുത്തുകൊണ്ട് പോവുകയാണ് ഇവരെല്ലാവരും. എന്നാൽ ഈ ഒരു പ്രഹസനം കണ്ട് നമ്മുടെ സെലയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതായത് ഒരു വിഡ്ഢിക്കൂട്ടത്തിൽ പെട്ടുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലൊരു പരിധിയില്ലേ? എന്തായാലും എല്ലാവരും ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ സെലയ്ക്ക് ഇവിടുന്ന് വിട്ട് വരാൻ തോന്നില്ല. അവിടെ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് കരയുമ്പോൾ എന്താണ് കാര്യം എന്ന് ഷെപ്പേഡ് നേരിട്ട് വന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ സെല പറയണ എനിക്ക് ഇവിടെ വിട്ട് വരാൻ തോന്നുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഞാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്, അത് അവസാനത്തെ വാക്കാണ്, നിങ്ങൾ വന്നിരിക്കണം. അങ്ങനെ എല്ലാവരും തയ്യാറാവുകയാണ്. അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ട് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. മുന്നിൽ ഷെപ്പേഡ് പോകുന്നുണ്ട്. അതായത് പോലീസുകാരൊക്കെ വന്ന് പറഞ്ഞല്ലോ ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഇത്രയും സ്ത്രീകളുമായിട്ട് ഈ പ്രാന്തൻ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏറ്റവും ബേക്കിലായിട്ട് ഈ ഷെപ്പേഡ് പണിഷ് ചെയ്ത ഒരു ലേഡി ഉണ്ടല്ലോ, സാറ, അവളെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം കാട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയി. രാത്രി ആയപ്പോൾ ഒരു ഭാഗത്ത് ഇവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തീയെല്ലാം കൂട്ടി ഒരു ഇച്ചിരി ഭക്ഷണം എല്ലാം കഴിച്ച് ഷെപ്പേഡ് ഇയാളുടെ ഭാര്യമാരോടും കുട്ടികളോടും ഓരോ
കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്ത രൂക്ഷമായ ഭാവത്തിൽ ഈ സാറയുണ്ടല്ലോ ഈ ഷെപ്പേഡിനെ നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഷെപ്പേഡ് പറയാണ്, നമ്മൾ ഇനി പുതിയൊരു സ്ഥലത്തിലേക്ക് പോവാണ്, നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നല്ലൊരു ലോകം നമ്മൾ ഇനി കെട്ടിപ്പടുക്കുന്നു പറയാണ്. ഇതിനുശേഷം എല്ലാവരും പോയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പൊ സെല കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ കാണാറുള്ള ഒരു സ്വപ്നം ഉണ്ടല്ലോ, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവൾ വെള്ളത്തിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങി പോവാണ്. ആ കൂട്ടത്തിൽ ഇത്തവണ അവളുടെ കൂടെ വേറെ ആരോ ഉണ്ട്. ആദ്യമായിട്ടാണ് സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്. സ്വപ്നത്തിൽ അവൾ മറ്റൊരു കാഴ്ച കൂടെ കാണുന്നുണ്ട്, ഒരു ചെറിയ ആട്ടിൻകുട്ടി. ആ ആട്ടിൻകുട്ടിയെ പിടിച്ചു നിൽക്കുന്ന ഷെപ്പേഡ് അതിന്റെ കഴുത്തിറക്കാണ്. തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ സെലയും നിൽക്കുന്നുണ്ട്. അവളുടെ വസ്ത്രത്തിൽ അടിഭാഗത്തായിട്ട് ഒരു ഇച്ചിരി രക്തമായിട്ടുണ്ട്. അത് ശരിക്കും സിംബോളിക്കലായിട്ട് അവളുടെ മനസ്സ് അവളോട് തന്നെ പറയാണ്, അതായത് അവൾ പെടാൻ വേണ്ടി പോവാണ്. അവൾക്ക് ഇതുപോലെ പ്രായമായതുകൊണ്ട് ഷെപ്പേഡിന്റെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ പോലെ തന്നെ അയാളുടെ കയ്യിലേക്ക് അവൾ ചെന്ന് പെടാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ അവളുടെ ഉള്ളിലേക്ക് അബോധ മനസ്സ് തന്നെ കൊടുക്കുകയാണ്. കാരണം ഈ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭയം, നമ്മുടെ ആകുലത, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ടോട്ടൽ രൂപമാണല്ലോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇവര് വീണ്ടും ഇവരുടെ ആ ഒരു യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ പോയി ഒരു പഴയ വീട് ഇവർ കാണുന്നുണ്ട്. എല്ലാവരും ആ ഒരു പഴയ വീടിനുള്ളിലേക്ക് കയറുകയാണ്. കയറിയ സമയത്ത് അതിന്റെ ചുമരിലായിട്ട് ഒരു നല്ല അടിപൊളി ചിത്രം തൂക്കി വെച്ചതായിട്ട് സെല കാണുന്നുണ്ട്. അവൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഷെപ്പേഡ് തന്നെ എല്ലാവരെയും വിളിക്കാണ്, നമുക്ക് ഇവിടെ നിൽക്കണ്ട പോവാന്ന്. എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമല്ലേ, നല്ലൊരു വീടും. ഇതുപോലെയൊക്കെ ഒന്ന് ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്. ഇവിടെ തന്നെ നിന്നാ പോരെന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം. എന്നാൽ രാത്രിയായിട്ടുണ്ട് എന്ന് കരുതി ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇവരെല്ലാവരെയും നിർത്തുന്നില്ല. പകരം പുറത്ത് ടെന്റ് അടിച്ച് അതിന്റെ ഉള്ളിലാണ് എല്ലാവരോടും താമസിക്കാൻ പറയുന്നത്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് സെല മാത്രം ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അവള് നേരത്തെ കണ്ട ഒരു ചിത്രം ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്ത് മനോഹരമാണ് ഈ ഒരു സ്ഥലം. പക്ഷേ മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തേക്ക് പോകാനോ സ്വതന്ത്രമായിട്ട് അവിടെ വിഹരിക്കാനോ ഇവർക്ക് പറ്റില്ലല്ലോ. ഒരു അടിമയെ പോലെ ഷെപ്പേഡിന്റെ കീഴിൽ അവൾ അങ്ങനെ നിൽക്കുകയല്ലേ. ഇതേ സമയത്ത് അവളെപ്പോലെ തന്നെയുള്ള ഒരു കുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളും ആ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണ്. എന്തോ ചിലപ്പോൾ സെലയെ പോലെ അവളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. എന്ന് ഈ സമയത്താണ് സെല അവളുടെ കഴുത്തിൽ ഒരു കൈപ്പാട് കാണുന്നത്. എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇവരുടെ ആ ഒരു യാത്ര മുന്നോട്ടേക്ക് തന്നെ പെട്ടെന്ന് സെലയ്ക്ക് വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അവൾ പോയിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. ഇതേ സമയത്തിന് സാറ് വന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ അവളെ നോക്കി ചിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. സെല കിടന്നുറങ്ങിയപ്പോൾ രാത്രി അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. ആ രക്തം അവളുടെ ബെഡിലും കാര്യത്തിലും ആയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ കാണുകയാണ്. ഉറപ്പായിട്ടും ഈ വിവരം ആരറിയും? ഷെപ്പേഡ് അറിയും. അതായത് സെലയ്ക്ക് പ്രായപൂർത്തിയായെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ഇത് മനസ്സിലാക്കിയപ്പോൾ സെല ആകെ ഭയന്ന് വിറക്കുകയാണ്. ഇവരുടെ യാത്ര എന്തായാലും മുന്നോട്ടേക്ക് തന്നെ. പോകുന്ന വഴിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ചെറിയൊരു ടെന്റെല്ലാം കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഇവർ താൽക്കാലികമായിട്ട് വിശ്രമിക്കുകയാണ്. എന്നാൽ സ്വന്തം മക്കളെ തന്നെ അടുത്തിരുത്തിയുകൊണ്ട് വല്ലാതെ അവരുടെ ആ ഒരു സൗന്ദര്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ഷെപ്പേഡ് ആസ്വദിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു അച്ഛൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഇയാളുടെ ഭാര്യമാര് പറയാണ്, നോക്കിക്കേ, ഒരു സമയത്ത് നമ്മളും അതുപോലെ ആയിരുന്നില്ലേ, ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന പൊസിഷൻ എന്താണ്? അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഏറ്റവും പവിത്രമായിട്ടുള്ള കാര്യം. എന്താ പറയാ, വിഡ്ഢിക്കൂട്ടങ്ങള്, വിഡ്ഢി ചിന്തകള്, വിഡ്ഢികൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിയാ എന്ന രീതിയിൽ ഇപ്പൊ ബാക്കിയുള്ള ഭാര്യമാരും തലയാട്ടുകയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, നമുക്കൊക്കെ വയസ്സായില്ലേ, ഇനിയിപ്പോ നമ്മുടെ സ്ഥാനം പോകുമെന്ന് ചോദിച്ചപ്പോൾ അതിൽ തന്നെ മൂത്തയാള് ഈ പറഞ്ഞ സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു അടി അടിച്ചിട്ട് പറയാണ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതൊക്കെ ബഹുമാനക്കേടാണ്. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്തെ ടെന്റിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സെല കാണുന്നുണ്ട്. സെലയുടെ കൂടെ തന്നെ ശിക്ഷ ലഭിച്ച ആ ഒരു സാറയുണ്ടല്ലോ, അവളും ഉണ്ട്. അപ്പൊ സാറയോട് സെല ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ എന്തിനാണ് അവര് ശിക്ഷിച്ചത്? നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ സാറ പറയാണ്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എന്തായാലും എന്നെ ശിക്ഷിക്കാനായിട്ട് അവരെന്നെ പട്ടിണി കിട്ടു, എന്റെ മുഖം വൃത്തികേടാക്കി, അതുപോലെ തന്നെ മുടി മുറിച്ചു കളഞ്ഞു, ഒറ്റക്കിട്ടു. ഇതെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ സെല പറയണ, ഏയ് ഷെപ്പേഡ് അങ്ങനെയൊന്നും ചെയ്യില്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനല്ലേ, ആരെയും ഉപദ്രവിക്കുന്നതായിട്ട് മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അതായത് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുകയാണെങ്കിലും അയാളോടുള്ള ആ ഒരു വിശ്വാസം, അതൊരു തരി അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പൊ ചിരിച്ചുകൊണ്ട് സാറ പറയാണ്, സെല നിന്നെ പോലെ തന്നെയായിരുന്നു നിന്റെ അമ്മയും. അമ്മയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും സെല ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ സാറ പറയാണ്, ഞാനും നിന്റെ അമ്മയും ഒരുപോലെയാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് ചേർന്നത്. ശരിക്കും നിന്റെ അമ്മയോടായിരുന്നു ഈ ഒരു ഷെപ്പേഡിന് ഏറ്റവും കൂടുതൽ പ്രിയം ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അമ്മയെ കണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് അസൂയപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് മാത്രം ഇത്ര വലിയൊരു ഭാഗ്യം കിട്ടിയല്ലോ, ഷെപ്പേഡിന് അവളോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ അധികം വൈകാതെ എന്റെ ആ ഒരു ചിന്താഗതിയെല്ലാം മാറി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നിന്റെ അമ്മ ഗർഭിണിയായി. 10 മാസം കഴിഞ്ഞ സമയത്ത് നിന്നെ പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ചപ്പോൾ അത്യാവശ്യം ചില പ്രശ്നങ്ങളൊക്കെ അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു, അതായത് നിന്റെ അമ്മയുടെ ശരീരത്തിൽ. എന്നാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ചികിത്സ കിട്ടിയാൽ ഉറപ്പായിട്ട് രക്ഷപ്പെടുമായിരുന്നു. അത്രയൊക്കെ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ കിടത്തി അവസാനം നിന്റെ അമ്മ മരണപ്പെട്ടു പോയി. നിന്റെ അമ്മ മരിച്ചതല്ല, നിന്റെ അമ്മയെ അയാൾ കൊന്നതാണ്. എന്നിട്ട് അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും അവൾ മരിക്കില്ലായിരുന്നെന്ന്. എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി ഇയാളൊരു ചെകുത്താനാണെന്ന്. അയാളുടെ ഈ കള്ളക്കളികൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അയാൾ എന്നെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു യാത്ര മുന്നോട്ടേക്ക് തന്നെ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഒരു കാറ് കാണിക്കണം.
അത് റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കാറിന്റെ ബേക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന ആളുടെ മുഖം കാണിച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല, നമ്മുടെ സെല തന്നെയായിരുന്നു. എന്ത് ഇവിടെ സംഭവിക്കുന്നത്? വല്ലാത്തൊരു അത്ഭുതം തോന്നി. എന്തായാലും പിന്നീടല്ലേ കാര്യം കാണിക്കുന്നത്. അതായത് ഇവരെല്ലാവരും അവരുടെ ആ ഒരു സ്ഥലം വിട്ട് മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സെല റോഡിലൂടെ പോകുന്ന ഈ കാറ് കാണുകയാണ്. അതിന്റെ പിറകിലിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കണ്ടു. എന്നിട്ട് ആ പെൺകുട്ടി ഇരിക്കുന്ന സ്ഥലത്ത് അവൾ ഇരിക്കുന്നത് പോലെ അവൾ ആലോചിച്ചത് മാത്രമായിരുന്നു നമ്മളെ കാണിച്ച ആ ഒരു കാഴ്ച. എത്ര സ്വതന്ത്രമായിട്ടാണ് അവരെല്ലാം നടക്കുന്നത്. അതുപോലെയൊക്കെ എനിക്കും ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ആശ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ആൾക്കാർക്ക് അതിന്റെ ആ ഒരു വില മനസ്സിലാവുമല്ലോ. എന്തായാലും ഇപ്പൊ സെലയും ബാക്കിയുള്ള എല്ലാവരും മുന്നോട്ടേക്ക് തന്നെ. രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് ഇവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ തീയെല്ലാം കൂട്ടിയിട്ട് അതിന്റെ ആ ഒരു ചൂട് ഇവർ കായുന്നുണ്ടല്ലോ. ആ സമയത്ത് ആ തീയിലേക്ക് സെല നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അവളുടെ കണ്ണില് നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയുമെന്ന് നോക്കിക്കേ നിങ്ങൾ. പക, ദേഷ്യം, ആക്രോശം എന്തൊക്കെയോ അവളുടെ ഉള്ളിൽ കിടന്ന് അങ്ങനെ തിളക്കുന്നുണ്ട്. ബട്ട് അവളുടെ ആ ഒരു എക്സ്പ്രഷനിൽ അതെല്ലാം തീർക്കുന്നുണ്ട്. ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. ഇതേ സമയത്തിൽ തന്നെ ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ സെലയെ അങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ ഗർഭിണിയായിരുന്നു. അവളുടെ വയറ്റിൽ അവൾ അങ്ങനെ തടവുന്നുണ്ട്. ശരിക്കും ഗർഭിണിയായിട്ടുള്ള ആ ഒരു പെണ്ണ് വിചാരിക്കുന്നത് പവിത്രമായിട്ടുള്ള എന്തോ ഒരു കാര്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഷെപ്പേഡിലൂടെ ഞാൻ ഗർഭിണിയായിരിക്കുകയാണ്, ഞാൻ വലിയ പുണ്യവതിയാണ് എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ സെലയ്ക്ക് ഭയങ്കര പുച്ഛാണ് തോന്നുന്നത്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ സെല പോയിട്ട് ആ സാറയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു കൂട്ടത്തിൽ നിൽക്കാൻ ഒരു താല്പര്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരുടെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? രക്ഷപ്പെട്ടു പോയിക്കൂടെ? ഇപ്പൊ സാർ ഒരു കാര്യം പറയുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ വന്ന് ജോയിൻ ചെയ്തത് തന്നെ പുറലോകത്തിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, പട്ടിണി ആയതുകൊണ്ടാണ്. ഒരു നിവൃത്തിയും വഴിയില്ല ലോകത്തിൽ ജീവിക്കാൻ. ഞാൻ ഇവിടുന്ന് പോയിട്ട് വേറെ എവിടെ പോയിട്ട് ജീവിക്കാനാണ്? എന്തായാലും പെട്ടുപോയി. ഇതിന്റെ പിന്നാലെ തന്നെ അങ്ങനെ പോകുക തന്നെ. എന്നാൽ ഈ സമയത്തും സാറയുടെ ഉള്ളിലെ ഒരു ആഗ്രഹം സാറ ഇങ്ങനെ പറയുന്നുണ്ട്. അവളുടെ ഒരു സ്വപ്നമാണ് നല്ല ഭംഗിയുള്ള ഒരു അരുവി, അവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടം, അതിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു വസ്ത്രവും ഇല്ലാതെ പൂർണ്ണ നഗ്നമായിട്ട് ആരെയും പേടിക്കാതെ പൂർണ്ണ സ്വതന്ത്രയായിട്ട് നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഈ സാർ അങ്ങനെ ആലോചിക്കുകയാണ്. വല്ലാത്തൊരു സ്വാതന്ത്ര്യം, ഒരു മനസ്സിനൊരു സുഖം എന്നൊക്കെ പറയാലോ. ഇതിനിടയിൽ പെട്ടെന്ന് തന്നെ അവൾക്ക് പണ്ട് സംഭവിച്ച കാര്യങ്ങൾ സാറയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. അവളെ ബലമായിട്ട് റൂമിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയ ഷെപ്പേഡ്, അവൾ ഉപദ്രവിച്ച ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവൾ ആ ഒരു ഷോക്കിലേക്ക് പോവാണ്. എന്തായാലും ആ ഒരു രാത്രിയും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പഴയതുപോലെ തന്നെ അവരുടെ ആ ഒരു യാത്ര മുന്നോട്ടേക്ക് തന്നെ തുടരുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഓൾറെഡി ഈ ഗ്രൂപ്പിൽ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവൾക്ക് വല്ലാത്തൊരു വേദന വരുന്നുണ്ട്. ബാക്കിയുള്ള ഭാര്യമാർ ഇത് നോക്കുമ്പോൾ അവൾക്ക് പ്രസവിക്കാനുള്ള വേദനയൊന്നുമല്ല, ഇനിയും മുന്നോട്ടേക്ക് പോവാ, സമയം ഇനിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷെപ്പേഡ് പറയണം അത് വേണ്ട, ഇപ്പൊ തന്നെ പ്രസവിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറയണം. എന്തായാലും ആ ഒരു സ്ത്രീയെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. ബലമായിട്ട് തന്നെ അവളെ കൊണ്ട് പ്രസവിപ്പിക്കാൻ നോക്കുകയാണ്. ഇപ്പൊ ഈ സ്ത്രീക്ക്, ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് വേറെയും മക്കളുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടി വന്നിട്ട് ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ട് അവൾ ആ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാണ്. സ്വന്തം അമ്മയല്ലേ ഇതുപോലെ നിലവിളിക്കുന്നത്. അങ്ങനെ അവസാനം അവളെ കൊണ്ട് ബലമായിട്ട് പ്രസവിപ്പിക്കുകയാണ്. എന്നാൽ കുഞ്ഞിനെ മാത്രമേ കിട്ടിയുള്ളൂ. അമ്മ അപ്പൊ തന്നെ മരിച്ചു പോവാണ്. എന്തൊരു ക്രൂരമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ മരിച്ചുപോയ ആ ഒരു പെണ്ണിന് വേണ്ടി അവിടെ ഒരു ചിത ഒരുക്കുന്നുണ്ട്. അവളെ അപ്പൊ തന്നെ കത്തിക്കാൻ നോക്കുന്ന സമയത്ത് സാറ വന്നിട്ട് പറയാണ്, ഇതെല്ലാം ചെയ്യാൻ നീ ആരാടാ? ഇവളെ നിനക്ക് രക്ഷപ്പെടുത്തായിരുന്നു, ഇവളെ കൊന്നത് നീയാണ്, നോക്കിക്കോടാ, ഒരു ദിവസം നിനക്കുള്ളത് കിട്ടിയിരിക്കും. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ഷെപ്പേഡ് ഉണ്ടല്ലോ അവന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ മരിച്ചുപോയ സ്ത്രീയുടെ കുട്ടി വന്നിട്ട് ആ ചിതയിൽ പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കുട്ടിയോട് ഭയങ്കര റോഡായിട്ട് തന്നെ ഷെപ്പേഡ് പെരുമാറുകയാണ്. അവൾ അവിടുന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് തീപ്പന്തം ഉണ്ടല്ലോ അത് തരാൻ വേണ്ടി ആദിവാരിയോട് പറയാണ്. എന്നാൽ പന്തം കൊടുക്കാനായിട്ട് അവൾക്കൊരു മടിയുള്ളതുപോലെ ഇതിങ്ങനെ കത്തിച്ച് കളയണോ എന്നുള്ള ആ ഒരു തോന്നല്. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ ഒരു തീപ്പന്തം മേടിച്ചിട്ട് താ ഇങ്ങോട്ട്, ഞാൻ തന്നെ കത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ചിതക്കങ്ങ് തീ കൊടുക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ സെലയുടെ ഉള്ളിൽ ഒരു പക, ഒരു ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷേ അവളത് സഹിച്ചു നിൽക്കുകയാണ്. നമ്മൾക്കെല്ലാം എന്തൊക്കെ ആകണം, ആരായി തീരണം, എന്ത് സംഭവിക്കണം തീരുമാനിക്കാൻ ഇവൻ ആരാണ്ടാ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ചോദ്യം, ഒരു തോന്നലൊക്കെ സെലയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ശരിക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു എന്ന് തന്നെ പറയാം. പക്ഷേ പെൺകുട്ടികളുടെ ഉള്ളിൽ, ഭൂരിപക്ഷ പെൺകുട്ടികളുടെ ഉള്ളിലും ഒരു ഭയം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ പെൺകുട്ടികളാണ്, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു ഭയം അവളുടെ ഉള്ളിലുണ്ടെന്ന് തോന്നിട്ടോ. അവൾക്കായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ആർക്കും അങ്ങോട്ടൊന്നും ചെയ്യാനങ്ങ് പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ ശിക്ഷ കൊടുത്ത അല്ലെങ്കിൽ പാപിയാണെന്ന് ഈ ഒരു ഷെപ്പേഡ് പറഞ്ഞ സാറെ ഈ ടീമിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ഷെപ്പേഡ് തീരുമാനിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ ജനിച്ച ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ സാറയുടെ കയ്യിൽ കൊടുത്തിട്ട് അതുമായിട്ട് ഈ ഗ്രൂപ്പിൽ നിന്നും മാറി പോവാൻ വേണ്ടി പറയാണ്. എന്താ ഇതിന്റെ കാരണം? ജനിച്ചിരിക്കുന്നത് ഒരു പെൺകുഞ്ഞല്ല, ആൺകുഞ്ഞാണ്. ആ കുട്ടി എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ആ കുഞ്ഞിനെ കൊണ്ട് അവനൊരു ഉപകാരമില്ല. അതുപോലെ ഈ ഗ്രൂപ്പിൽ ഒരാണ് മതി. ഇനിയിപ്പോ അവൻ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങുമല്ലോ, അങ്ങനെയൊന്നും പാടില്ല. എന്തായാലും ഇപ്പൊ സാറ അവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. അവസാനമായിട്ട് സെലയോട് ചില കാര്യങ്ങൾ സാറ സംസാരിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിനക്ക് പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള ആ ഒരു സ്ത്രീകളെ നീ നോക്കണം, ആ ഒരു കുട്ടികളെങ്കിലും നീ നോക്കണം. ഇവൻ എന്തൊക്കെ ചെയ്തു തീർക്കെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ധൈര്യമായിട്ടിരിക്കെ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സെലയോട് യാത്ര പറഞ്ഞുകൊണ്ട് സാർ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം വീണ്ടും ഇവർ കയറി തന്നെ മലയും കുന്നും കാടും ഇതൊക്കെ താണ്ടിക്കൊണ്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഈ സ്ത്രീകൾ
സ്ത്രീകൾക്കൊക്കെ വല്ലാണ്ട് വയ്യാതാവുന്നുണ്ട്. ഈ ഷെപ്പേഡ് ഒരു അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു ആണാണ്, എന്നാൽ അവന്റെ അത്ര ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും ബാക്കിയുള്ള ആൾക്കാർക്കില്ല. അതുകൊണ്ട് എല്ലാവരും വല്ലാതെ ടയേർഡ് ആവുന്നുണ്ട്. ഇതൊന്നും ഷെപ്പേഡ് മൈൻഡ് ആകുന്നില്ല. എന്നാലും കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ എല്ലാവരോടും ഒന്ന് ഇരുന്നോളാൻ വേണ്ടി പറയാണ്. കുറച്ചേരി ഇരുന്നപ്പോൾ ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി, ചുവന്ന വസ്ത്രം ധരിച്ചവളല്ല, നീല വസ്ത്രം ധരിച്ചവള്, അവൾ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറയാണ്, ദാണ്ടെ അതില്ലേ നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് കൈ ചൂണ്ടി കാണിച്ച് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഷെപ്പേഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ മുഖത്തും തലക്കിട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴി കാണിക്കാനായിട്ട് നീ ആരടി? വഴി കാണിക്കാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ വഴി കാണിക്കണ്ട. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാവരും കാണുന്നുണ്ട്. അടി കൊണ്ട് ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ പോകെ പോകെ അവൻ ആരാണെന്നും അവന്റെ സ്വഭാവം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഇത് നേരിട്ട് കാണാണ്. പ്രത്യേകിച്ച് സലയ്ക്ക് ഉള്ളിലൊരു പകയും ദേഷ്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇത്തവണയും അത് ഇരട്ടിക്കുകയാണ്. എന്നിട്ട് വലിയൊരു കുന്നിൻ ചെരുവിൽ പോയി നിന്നുകൊണ്ട് രണ്ട് കൈകളും വിടർത്തിക്കൊണ്ട് നമ്മുടെ പുതിയ ലോകം ഇതാണ്, ഇവിടെ നമ്മളൊരു സ്വർഗ്ഗം ഉണ്ടാക്കുന്ന പറയാണ്. എന്നാൽ ഇത് പറയുന്ന കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ കരച്ചിലാ വരുന്നത്. കുറെ പേർക്കൊക്കെ മനസ്സിലായി ഇയാളൊരു പിശാചാണെന്ന്. എന്തായാലും ഇതിനുശേഷം എല്ലാവരോടും ആ ഒരു മലയുടെ താഴ്വാരത്തിലേക്ക് പോകാൻ പറയാണ്. വന്നു അവിടെ ചെറിയൊരു അരുവി ഉണ്ടായിരുന്നു. ആ അരുവിയിലേക്ക് ഇപ്പൊ ഷെപ്പേഡ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. എല്ലാവരുടെ പാപവും ഇതിൽ വെച്ച് കഴുകി കളയാനായിട്ട്. അങ്ങനെ ഓരോ സ്ത്രീകളും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ ആ ഒരു വെള്ളത്തിൽ മുക്കി എടുക്കുകയാണ്. ചുമ്മാ ഒരു പ്രഹസനം എന്ന് പറയാം, അത്ര തന്നെ. എന്നാൽ ഇതിലൊക്കെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ സ്ത്രീകളിൽ ഭൂരിപക്ഷം ആൾക്കാരും. എന്തിനാ പറയുന്നത്, നമ്മുടെ സെല ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഇതിലൊക്കെ ഇപ്പോഴും വിശ്വാസം തന്നെയാണ്. ഇപ്പൊ സെലയും അങ്ങോട്ടേക്ക് വന്നു. അവളെയും ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ കുറച്ചധികം നേരം മുക്കി വെക്കുകയാണ്. ആ സമയത്ത് വീണ്ടും അവൾ കാണാറുള്ള ആ ഒരു ഇലൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം വെള്ളത്തിനടിയിൽ വെച്ച് അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവളുടെ ആ ഒരു ശരീരം, വെള്ള വസ്ത്രം ധരിച്ച ശരീരം വെള്ളത്തിലേക്ക് അങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു പ്രാന്തിയെ പോലെ ചാടി എഴുന്നേൽക്കണമെന്ന് അവൾക്ക് തോന്നക്കുണ്ട് കേട്ടോ. എന്നാ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാത്രിയായി. ഇപ്പൊ സെല കിടക്കുന്ന ആ ഒരു ടെന്റിലേക്ക് ഇയാൾ, അതായത് ഈ ഒരു ഷെപ്പേഡ് വരുന്നുണ്ട്. ഷെപ്പേഡ് വന്നിട്ട് നമ്മുടെ സെലയോട് എഴുന്നേൽക്കാൻ പറയാണ്. അവളെ മോശമായിട്ട് തൊടാൻ തുടങ്ങുന്നുണ്ട്. സെലയ്ക്ക് കാര്യം മനസ്സിലായി. ഇയാൾ ഇപ്പൊ അവളെ ഉപദ്രവിക്കും. പരമാവധി കുതിറി മാറാനായിട്ട് സെല ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷെപ്പേഡ് ബലമായിട്ടനെ അവളെ പിടിക്കണം. ഇയാളുടെ ബലത്തിന് മുന്നിൽ സെലയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ബലമായിട്ടനെ അവിടെ വെച്ച് അവളെ റേപ്പ് ചെയ്യാണ്. ആ ഒരു പെൺകുട്ടിയെ അവൻ നശിപ്പിച്ചു എന്ന് തന്നെ പറയാലോ. അവന്റെ ആ ഒരു കാമം തീർന്ന സമയത്ത് അവൻ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, സെല ചില കാര്യങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവളുടെ മൈൻഡിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങനെ കടന്നു പോവാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഷെപ്പേഡിനെ കടിച്ചു മുറിച്ച് തുപ്പിക്കളയുന്ന കാഴ്ച. അതുപോലെ ഇവള് നേരെ ചെല്ലിയാണ്. കുറെ രക്തവും കാര്യങ്ങളൊക്കെ അവളുടെ മുഖത്ത് പുരട്ടുന്ന പോലെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതിനുശേഷം അവൾ നേരെ പോകുന്നത് ബാക്കിയുള്ള കുട്ടികളുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവരോട് ഒരു കാര്യം പറയാണ്. ഇത്രയും നാള് ഷെപ്പേഡല്ലേ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നത്, ഇത്തവണ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. അതങ്ങനെ പറ്റുമോ? ഷെപ്പേഡിന് മാത്രമല്ലേ കഥ പറയാൻ പറ്റുള്ളൂ എന്ന് ആ കുട്ടികൾ മുഴുവൻ പറയുമ്പോൾ, അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഇനി ഞാൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അതുപോലെ തന്നെ മനസ്സിൽ സങ്കല്പിക്കണേ. ഒരു കാടിനരികിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അരുവി, അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിനരികിലൂടെ ഒരു സ്ത്രീ ദേഹത്ത് ഒരു തരി പോലും വസ്ത്രമില്ലാതെ ആരെയും ഭയക്കാതെ സ്വാതന്ത്ര്യം അതെന്താണെന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അവരങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേന്ന് പറയാണ്. അതായത് ഇവർക്ക് ഒരിക്കലും കിട്ടാൻ പോവാത്ത ആ ഒരു കാര്യം, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറയാണ്. കുട്ടികളൊക്കെ അത് ആലോചിക്കുകയാണ്. എന്തായാലും അന്നേ ദിവസം രാത്രി ഇവരെല്ലാവരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നോക്കുമ്പോൾ ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളെ ആരെയും കാണാനില്ല. അതായത് ഈ ഷെപ്പേഡിന്റെ ഭാര്യമാരെ ആരുമില്ല അവിടെ. കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് ഇവർ നോക്കുമ്പോൾ ഈ ഷെപ്പേഡ് കുറച്ച് ശോകമായിട്ട് ആ ഒരു നദിയുടെ തീരത്തങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾ ആരെയും കാണാനില്ലെങ്കിലും അവരുടെ എല്ലാവരുടെയും ആ ഒരു ചുവന്ന വസ്ത്രം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ഥലം മുന്നോട്ടേക്ക് വന്നിട്ട് അവരൊക്കെ എവിടെയെന്ന് ചോദിച്ച സമയത്ത് ഷെപ്പേഡ് പറയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, അവർക്ക് പ്രായമായില്ലേ, അവർ പോകേണ്ട ഏറ്റവും നല്ല സ്ഥലത്തേക്ക് തന്നെ ഞാൻ അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഉള്ളത് സ്വർഗത്തിലാണ്. അവരവരുടെ ഒരു കടമ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യണം. അവരെങ്ങനെയാണോ എന്നെ നോക്കിയത് അതുപോലെ തന്നെ നിങ്ങളാണ് ഇനി എന്നെ നോക്കേണ്ടത്. സ്റ്റെല്ല, നീയാണ് അപ്പൊ എല്ലാവരെയും നോക്കി മുന്നിൽ നിന്നുകൊണ്ട് സീനിയർ വൈഫായിട്ട് എന്റെ കൂടെ നിൽക്കേണ്ട ആള്. ഇത് കേട്ട സമയത്ത് ഇത്രയും നാള് അവൾ അടങ്ങി ഒതുങ്ങി നിന്നു, സഹിച്ചു നിന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും നോക്കിയില്ല, ഒരേ അടി കൊടുക്കാണ് ഷെപ്പേഡിന്റെ മുഖം നോക്കി. ഇതിനുശേഷം എന്താണ് ബാക്കിയുള്ള ആ ഒരു സ്ത്രീകളെ, ഇയാളുടെ ഭാര്യമാരെ ഇയാൾ എന്ത് ചെയ്തു എന്ന് കാണിക്കുന്നത്. അവർക്ക് അത്യാവശ്യം പ്രായമായി. ഇനി അവര് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഒരുപാട് കാലമൊന്നും ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് പറ്റിക്കാനൊന്നും പറ്റില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. അവരെ കൊണ്ടുള്ള ഉപയോഗവും കഴിഞ്ഞു. ഇനി നല്ല ചെറിയ ചെറിയ പെൺകുട്ടികളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ക്രൂരമായിട്ട് അവർ ഇന്നലെ വെള്ളത്തിൽ മുക്കി കൊന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ നമ്മുടെ സെലയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ വെച്ച് ഷെപ്പേഡിന്റെ മുഖത്ത് അവൾ അടിച്ചതും. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ കുറച്ച് പോലീസുകാര് പെട്രോളിങ്ങിനായിട്ട് ഈ നദിയുടെ തീരം ഫോറസ്റ്റിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് അവര് ഭയങ്കരമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണാൻ ഒരു 10-13 സ്ത്രീകൾ ദേഹത്ത് ഒരു തരി വസ്ത്രം പോലും ഇല്ല. ഇവരുടെ എല്ലാവരുടെയും ബോഡി അവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നു. അതായത് ഷെപ്പേഡിന്റെ ഭാര്യമാരാണ് ഇവരെല്ലാവരും. അവരുടെ
ബോഡിയാണത്. ഇതിനുശേഷം നമ്മളെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഈ കഥ മുഴുവനും കേട്ടോണ്ടിരുന്നപ്പോ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് നടന്നിരിക്കുകയാണ്. കുരിശിൽ തറച്ചതുപോലെ ഈ ഷെപ്പേഡിനെ ഇവര് കെട്ടിയിട്ടിരിക്കുകയാണ്. ക്രൂരമായിട്ട് മർദ്ദിച്ച് ചോരയിൽ കുളിപ്പിച്ച് തന്നെ അവനെ കൊന്നിട്ടുണ്ട്. അവസാനം അവന്റെ തലയിലായിട്ട് 2 ആടിന്റെ കൊമ്പുണ്ടല്ലോ അതും കുത്തി കയറ്റി വെച്ച് പോയിരിക്കുകയാണ് നമ്മുടെ പെമ്പിള്ളേര്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലും വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ടാവും. എന്തായാലും ഇതിനുശേഷം സെല ബാക്കിയുള്ള അവളുടെ സിസ്റ്റേഴ്സുമായിട്ട് നേരെ പോകുന്നത് ഇതുപോലെയുള്ള ഭംഗിയുള്ള കാട്ടിനുള്ളിലെ ആ അരുവിയിലേക്കാണ്. അതായത് സാറ സ്വപ്നം കണ്ടതുപോലെയുള്ള ആ സ്ഥലത്തേക്ക് ഈ പെൺകുട്ടികൾക്ക് എന്താണ് സ്വാതന്ത്ര്യം അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സെല ഇവരെല്ലാവരെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരെല്ലാവരും ഫീൽ ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു രുചി. അതുപോലെ തന്നെ നമ്മുടെ സെലയുടെ കയ്യിൽ ഇപ്പൊ ഒരു ആട്ടിൻ കുഞ്ഞുണ്ടായിരുന്നു. ഇനി ഈ കുഞ്ഞുങ്ങളെ നയിക്കാൻ പോകുന്നതും നോക്കാൻ പോകുന്നതൊക്കെ നമ്മുടെ സെലയായിരിക്കും. അവർക്ക് കിട്ടാത്ത ഫ്രീഡം എല്ലാം അവള് കൊടുക്കും. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമയോട് തീരുകയാണ്. കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ കൂടുതലായിട്ട് ആലോചിക്കാനൊന്നുമില്ല. സംഭവം ഇതാണ്, ഷെപ്പേഡ് എന്ന് പറഞ്ഞ ഒരാള് കുറച്ച് സ്ത്രീകളുമായിട്ട് കാട്ടിലേക്ക് വന്നു. അവന്റെ ഇഷ്ടങ്ങള് അവന്റെ കാമം ഇതെല്ലാം തീർക്കാനായിട്ട് അവനൊരു കാര്യം ഉണ്ടാക്കിയെടുത്തു. സ്ത്രീകളെ മുഴുവനായിട്ടും അവൻ ബ്രെയിൻ വാഷ് ചെയ്തു. എന്നാൽ എപ്പോഴും ആളുകളെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാരും നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ചിന്തിക്കൂലേ? അതുപോലെ സെല ചിന്തിച്ചു. മാത്രമല്ല ഈ ഷെപ്പേഡിന്റെ കൂട്ടത്തിലെ ഒരാടുണ്ടായിരുന്നു. ആ ആട് മാത്രം ബാക്കിയുള്ള ആടുകളെ പോലെയല്ല. ഈ ഒരു ആട് ആര് പറഞ്ഞാലും കേൾക്കില്ല. അതുപോലെ തന്നെയല്ലേ നമ്മുടെ സെലയും. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പേരും അതുപോലെ വെച്ചത്, ദ അതർ ലാമ്പ്. ഈ ഒരു സിനിമയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. പല കാര്യങ്ങളും നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെന്താണെന്ന് മനസ്സിലായ ആൾക്കാർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വിശദമായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം. ബാക്കിയുള്ള ആൾക്കാർ അതൊക്കെ ഒന്ന് കാണട്ടെ. എന്നാൽ ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.